മധ്യകേരളത്തിലെ കുറ്റാന്വേഷണങ്ങൾക്കും ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിനും നിർണായക പങ്കുവഹിക്കുന്ന കൊച്ചി കാക്കനാട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബോറട്ടറിയുടെ പ്രവർത്തനം ജീവനക്കാരുടെ ക്ഷാമം മൂലം ഗുരുതര പ്രതിസന്ധിയിൽ. 2026 ജൂലൈ 31 വരെയുള്ള വിവരങ്ങൾ പ്രകാരം 38,981 കേസുകളിലായി 1,02,267 സാമ്പിളുകളാണ് പരിശോധന പൂർത്തിയാക്കാതെ ഇവിടെ കെട്ടിക്കിടക്കുന്നത്. വിവരങ്ങളുമായി നിഷ ദിലീപ് കൊച്ചിയിൽ നിന്ന് ചേരുക. നിഷ, അവിടുത്തെ ഈ പറഞ്ഞ നമ്മുടെ കുറ്റാന്വേഷണങ്ങൾ കൃത്യമായ തെളിവുകൾ കണ്ടെത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ തെളിവ് ശേഖരണ കേന്ദ്രത്തിലാണ് ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതുകൊണ്ട് കൃത്യമായി പരിശോധനകൾ പൂർത്തിയാവാതെ പോകുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ നിഷ? വിനോദ്, ഈ മധ്യകേരളത്തിലെ കുറ്റാന്വേഷണങ്ങൾക്കൊക്കെ പോലീസിൻ്റെ ശാസ്ത്രീയ അന്വേഷണത്തിനൊക്കെ വളരെ ഫലപ്രദമായ ഈ ഫലങ്ങളൊക്കെ നൽകേണ്ടതാണ് ഈ കാക്കനാട്ടെ റീജിയണൽ കെമിക്കൽ ലബോറട്ടറി. പക്ഷേ ഇവിടെ ജീവനക്കാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം അനാസ്ഥ ഉണ്ടാകുന്നുണ്ട്. കാരണം മധ്യകേരളത്തിലെ പ്രത്യേകിച്ചും എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ പോലീസ് നൽകുന്ന ഈ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളൊക്കെ പോകേണ്ടത് ഈ കാക്കനാടിലെ റീജിയണൽ കെമിക്കൽ ലബോറട്ടറിയിൽ നിന്നാണ്. പക്ഷേ ഇവിടെ ജീവനക്കാരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പല കേസുകളിലും അന്വേഷണം വൈകുന്നത്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് പോലും ഇത്തരത്തിലാണ് മറുപടി ലഭിച്ചിരിക്കുന്നത്. 2026 ജൂലൈ 31 വരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 1,00,000-ലധികം ഫലങ്ങളാണ് ലഭിക്കേണ്ടിയിരുന്ന ഫലങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വരാതെ കെട്ടിക്കിടക്കുന്നത്. എന്തായാലും ഈ ലാബിൽ 68 ജീവനക്കാരുടെ സ്ഥിരം തസ്തികയുണ്ട്. പക്ഷേ ഇതിൽ പലതും ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ 68 ജീവനക്കാരുടെ തസ്തികകളിൽ സുപ്രധാന തസ്തികകളെല്ലാം തന്നെ മാസങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ ഒഴിവുകൾ നികത്താൻ താൽക്കാലിക നിയമനം പോലും നടന്നിട്ടില്ല എന്നതും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം, വിരമിക്കൽ, മറ്റു വകുപ്പുകളിലേക്ക് ഡെപ്യൂട്ടേഷന് പോകൽ, ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ തസ്തികകളിലൊക്കെ ഒഴിവ് വരുന്നത്. പക്ഷേ ഇത് നികത്താനായി അധികൃതർ വേണ്ടത്ര ശ്രദ്ധയും നൽകുന്നില്ല. എന്തായാലും ഈ 1,00,000-ലധികം സാമ്പിളുകൾ ഇത്തരത്തിൽ പരിശോധിക്കപ്പെടാതെ കിടക്കുന്നത് ക്രിമിനൽ കേസുകളുടെ അടക്കം വിചാരണകൾ വൈകാനായി കാരണമാകുന്നുണ്ട്. ഈ കേസുകളുടെ അന്വേഷണത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രധാനമായും ഈ കൊലപാതകം, ലഹരിമരുന്ന് കേസുകൾ, അസ്വാഭാവിക മരണങ്ങൾ അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ തെളിവുകൾ ലഭിക്കാതെ വരുമ്പോൾ ഈ കേസുകളിലെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പോലീസിന് കഴിയാതെ വരികയും ഈ കേസുകളുടെ വിചാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകുകയും ഒക്കെയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ അടിയന്തരമായി അധികൃതർ ഇടപെടണമെന്നും പെട്ടെന്ന് തന്നെ ഈ ലബോറട്ടറിയിലെ ഒഴിവുകൾ നികത്തണമെന്നുള്ള ആവശ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. വിനോദ്, വ്യക്തമാണ്. മധ്യകേരളത്തിലെ കുറ്റാന്വേഷണങ്ങൾക്കും ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിനും നിർണായക പങ്കുവഹിക്കുന്ന കൊച്ചി കാക്കനാട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബോറട്ടറിയുടെ പ്രവർത്തനം ജീവനക്കാരുടെ കുറവ് മൂലം അതിന് പ്രവർത്തനം താളം തെറ്റുന്നു എന്നുള്ള വിവരങ്ങളാണ് നിഷ ദിലീപ് പങ്കുവച്ചത്.